ഓരോ മതങ്ങളും മനുഷ്യനെ എത്രത്തോളം ഭയപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ കൊടുത്ത ആ ഓഫർ മരണശേഷമുള്ള ആ സ്വർഗവും നരകവും, അല്ലെങ്കിൽ ആകാശത്തിൽ എവിടെയോ ഒരു ദൈവമിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവർ ആ മനുഷ്യൻ്റെ സങ്കല്പത്തിലേക്ക് ഇറക്കിക്കൊടുത്ത ആ ഒരു വിഷമുണ്ടല്ലോ, ആ ഒരു ടോക്സിസിറ്റി, അത് ഭയങ്കര അപകടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആർക്കും ഒരാളോട് അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധം ഇങ്ങനെയുള്ള കുറേ കൺക്ലൂഷൻസ് എല്ലാവരെയും പരസ്പരം അകറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാനിന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ വീട്ടിൽ പോയി കുറച്ചായി അങ്ങോട്ട് പോയിട്ട്, ഇടയ്ക്കൊന്ന് ജസ്റ്റ് പോയിട്ട് ഉമ്മനൊക്കെ കാണണം എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ പോവാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം അവിടെ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഞാനവിടെ വന്ന സൗണ്ട് മൂപ്പര് കേട്ടിട്ടില്ല. മൂപ്പര് അവിടെ പറമ്പിലൂടെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനവിടെ വന്നെന്ന് അറിഞ്ഞപ്പം ഞാൻ കാണുകയാണ് ആ മനുഷ്യൻ്റെ ഉള്ള ആ ഒരു അദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ പറ്റണില്ല. മനസ്സിലായോ? അദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കണില്ല. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരാവശ്യത്തിനോ സ്വന്തം വീട്ടിലേക്ക് വരാൻ അദ്ദേഹത്തിന് പറ്റണില്ല. നിങ്ങൾ നോക്കണം, ഞാനും ആ വ്യക്തിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാനും ആ വ്യക്തിയെ ആ വ്യക്തിൻ്റെ ജീവന് ഹാനികരമാവുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ വല്ല കള്ള് കുടിക്കുകയോ കഞ്ചാവ് വലിക്കുകയോ പെണ്ണ് പിടിക്കുകയോ ഇങ്ങനത്തെ ഒരു പരിപാടിക്കും ഞാൻ പോണില്ല. ഞങ്ങളിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള കാരണം ഇങ്ങനെയുള്ള കൂട്ടായ്മയാണ്. അല്ലാതെ ആരെങ്കിലും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സങ്കല്പം വെച്ചിട്ട് നിങ്ങളുടെ മാനസിക അവസ്ഥയല്ല മറ്റൊരാളുമായിട്ടുള്ള ബന്ധം തീരുമാനിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഇവിടെ നമ്മൾ സംസാരിക്കണുള്ളൂ. അതായത് ഒരാളോട് ഒരുമിച്ച് ചേരാൻ ഇവിടെ ഉണ്ടാക്കിയ നിയമങ്ങളല്ല, നമ്മൾ ഉണ്ടാവാനുള്ള കാരണമായ നിയമങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാകുന്നവരുടെ കൂട്ടായ്മയിലാണ് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇങ്ങനെയായിരുന്നു ആ മതം, അല്ലെങ്കിൽ ഈ മതമല്ല, സത്യത്തിൽ അതൊരു പ്രസ്ഥാനം എന്നുള്ളൊരു ഭാഗത്തായിരുന്നു. ആ പ്രസ്ഥാനമല്ല, അതായത് ഒരു വ്യക്തി എവിടെയോ ജീവിച്ചപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ഈ മെസ്സേജുകൾ പാസ് ചെയ്യണത് പോലെ അന്ധകാലത്ത് അടുത്തുള്ള ഒരാളോട് ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പം ആ അടുത്തുള്ള ആൾ അതിൻ്റെ അടുത്തേക്ക്, ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ഷെയർ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ ന്യൂ മോഡേൺ ടെക്നോളജി. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളൊരു പീഡിയ കൊലായിലിരുന്ന് നമ്മൾ ഒരാളുമായിട്ടൊരു കാര്യം സംസാരിക്കുമ്പം അത് റെസണേറ്റ് ചെയ്യുന്ന ഒരാൾ, അയാളത് ഷെയർ ചെയ്ത്, അയാളത് സബ്സ്ക്രൈബ് ചെയ്ത്, അങ്ങനെ അയാളത് അയാളുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരുമിച്ചിരുന്നവരുടെ ജീവിക്കുന്ന ഒരു കൂട്ടായ്മ. അവിടെ ലിമിറ്റേഷൻസ് അല്ല, എല്ലാ ലിമിറ്റേഷൻസിനെയും ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് അവർ ജീവിച്ചപ്പം അവിടെ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ട കഥകളിൽ, അതായത് സ്വന്തം ഭാര്യയെ ഒഴിവാക്കിയിട്ട് ഒളിച്ചും പാത്തും ഭർത്താവ് വന്ന കഥകളുണ്ട്, ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് ഭാര്യ ഒളിച്ചും പാത്തും വന്ന കഥകളുണ്ട്. ഇനി വന്നിട്ട് തൻ്റെ സ്വത്തും മുതലും അല്ലെങ്കിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയ അവസ്ഥ വരെ ഉണ്ട്. അതായത് ചുറ്റുപാടും കണ്ട കാര്യങ്ങളെക്കാൾ അവനവൻ്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞപ്പം ആ തിരിച്ചറിവിലൂടെ സ്വന്തം അവസ്ഥയെ അനുഭവിക്കാൻ താല്പര്യമുള്ള ഒരുപാട് വ്യക്തികൾ ചേർന്ന ഒരു കൂട്ടായ്മയായിരുന്നു ആ മതം മുമ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരുപാട് കോരിത്തരിപ്പിക്കുന്ന കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷെ പിന്നീട് ഈ മതം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇതിൻ്റെ
അനുഭാവി എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം എന്നുള്ള പേരൊക്കെ വെറുതെ പറയാണ്, മനസ്സിലായോ? പക്ഷെ ആ വ്യക്തിയുടെ അനുഭവത്തിന് സ്ഥാനം കൊടുത്ത്, ആ അനുഭവം പറഞ്ഞാൽ എന്താണ്? അതായത് അവിടെ അറിവില്ല, അവിടെ ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണോ, ഞാനുമായിട്ട് നിങ്ങൾ ഇടപെട്ടപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണോ സങ്കടമാണോ വന്നതെങ്കിൽ അതിനെ നിങ്ങൾ സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ നീ കാരണം എനിക്ക് സങ്കടം ഉണ്ടായെന്ന് പറയുമ്പോൾ ഓക്കെ നീ സങ്കടപ്പെട്ടോ, നിൻ്റെ ജീവിതം സങ്കടപ്പെടാനുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഭാഗത്തല്ല. എന്തുകൊണ്ടാണ് ആ സങ്കടം നിനക്ക് വന്നതെന്ന് ഒരുമിച്ചിരുന്ന് പരിശോധിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ കൂട്ടായ്മയായിരുന്നത്. അപ്പം അവിടെ എന്താ സംഭവിക്കുക? അവിടെ അനുഭവത്തിൽ എന്നും മെച്ചപ്പെടൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ സങ്കടപ്പെടാനുള്ള കാരണം നിങ്ങളാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പം അവിടെ വേറെ ഒരു അറിവും നമ്മൾ കൊണ്ടുവരുന്നില്ല. ആ അനുഭവത്തിന് മാത്രം നമ്മൾ സ്ഥാനം കൊടുക്കണത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? ഈ പറയുന്ന മതം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനം ഇന്ന് സംഘടനയായിട്ട് രൂപപ്പെട്ടപ്പം ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ കോരിത്തരിച്ചതുപോലത്തെ കുറേ കഥകൾ, മുമ്പത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ മുമ്പ് ഇത് ജീവിച്ചിരുന്നവരുടെ കൂട്ടായ്മയായിരുന്നെങ്കിൽ ഇന്ന് ഇത് ഒരു പറ്റം രോഗികളെ കൂട്ടായ്മ. കാരണം അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രോഗമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഷുവറാണ്. അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവരുടെ ആരെങ്കിലും ഡോക്ടർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ടോ എൻ്റെ കയ്യിലില്ല. കാരണം ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പം എൻ്റെ ഫാദർ എന്ത് കാരണമായിക്കോട്ടെ, മനസ്സിലായ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു മനുഷ്യൻ ഇത്രയും ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അയാളെ മാനേജ് ചെയ്യാൻ അയാൾക്ക് പറ്റാത്ത രീതിയിൽ അയാൾ ഈ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോഴൊക്കെ ബോഡിയിലുള്ള ഒരുപാട് നെർവ്സിന് അല്ലെങ്കിൽ ഒരുപാട് ആന്തരിക അവയവങ്ങൾ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് സ്വന്തം മാനസികാവസ്ഥ തകർന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. എന്നിട്ട് ഞാൻ പിന്നീട് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയപ്പം ആ ഗ്യാപ്പിൽ വീട്ടിൽ വന്നിട്ട് വാതിലടച്ചിട്ട് റൂമിൽ കിടക്കുക ചെയ്തത്, മനസ്സിലായ? കാരണം വാതിലടച്ചിട്ട് റൂമിൽ കിടക്കുക. കാരണം നമ്മുടെ പ്രസൻസ് അവർക്ക് നമ്മുടെ പ്രസൻസിൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് പരിശോധിക്കുന്നതിന് പകരം മറ്റുള്ളവർ ഇൻജക്റ്റ് ചെയ്ത് കൊടുത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ഭയം, മനസ്സിലായോ? അതായത് 10-60 വയസ്സുള്ള അല്ലെങ്കിൽ 50 വയസ്സുള്ള ആരോഗ്യവാനായ ഒരു വ്യക്തിയെ അവർ ഇങ്ങനെ തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ ആ തടങ്കലിലുള്ള ഒരു വ്യക്തിൻ്റെ കീഴിലുള്ള എല്ലാവരെയും അവസ്ഥ ഇത് മാത്രമല്ലേ. പിന്നെ അവിടെ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മയും മിണ്ടണില്ല, മനസ്സിലായോ? എന്നിട്ട് ഉമ്മ ഇരുന്ന് കരയാണ്. അതായത് ഇരുന്ന് കരയാണ് മോനെ. അപ്പോൾ എന്താ വിഷയം? ഈ താടിയും മുടിയുമാണ്, മനസ്സിലായോ? ഈ താടിയും മുടിയും ഇപ്പോഴുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ സംഘടനയിലുള്ള ഒരാൾ ഈ താടിയും മുടിയും അടിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം മക്കളോട് സംസാരിക്കാൻ സാധിക്കാത്ത കുറച്ച് ആൾക്കാർ, മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് അത്രയും അവരെ ഭയപ്പെടുത്തി വെച്ചാണ്? കാരണം എനിക്കറിയാം. കാരണം ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം ഈ സമൂഹത്തിൻ്റെ രീതിയിൽ ഇങ്ങനെയല്ല ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾ ഇത് വെറും ഒരു സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ ആഴ്ചയിലൊരു വരിസംഖ്യ, മാസത്തിലൊരു വരിസംഖ്യ എല്ലാം, അതായത് ഒരു ജയിലിൽ എങ്ങനെയാണോ ആൾക്കാരെ ഇട്ടിരിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്താണ് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു മതം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ ആർക്കും അറിയലുണ്ടാവില്ല. പക്ഷെ അത് മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിലുള്ള ആൾക്കാർ ഇത്രയും സഫർ ചെയ്യുന്നുണ്ട്, മനസ്സിലായ? കാരണം ഈ ഒരു ഗുരുവിൻ്റെ കീഴിലല്ല. നാളിവിടെ ഒരാൾ വന്ന് അപ്പോൾ അവരൊക്കെ ആ ഗുരുവിൻ്റെ കീഴിലാണെന്ന് പുറത്ത് പറയരുത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പിടിച്ച് ഉള്ളിലിടും, മനസ്സിലായ? കാരണം അത്രയും സ്ട്രിക്റ്റായിട്ട് സ്വന്തം കുടുംബത്തിൽ, ഇനിയിപ്പോൾ ഈ ഗുരുവാണെങ്കിലും ശിഷ്യനാണെങ്കിലും സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ അവനവനുമായിട്ട് അടുത്തിരിക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്ന് സഹകരിക്കാൻ കഴിയാതെ ആ ചെയ്യുന്ന ആ വ്യക്തി ഇനിയിപ്പം
ഞാനിപ്പോൾ ഈ കള്ളും ഒരു പരിപാടിയും ഞാൻ ചെയ്യണില്ല. പക്ഷേ ഇനി ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും സ്വന്തം വീട്ടിലുള്ളവർ അവരെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴല്ലേ അവർക്ക് അറിവ് കിട്ടുക. അല്ലാതെ അവരെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നന്നാക്കാനുണ്ടോ? അല്ലെങ്കിൽ അവരെ കൂടെ നമ്മൾ സ്നേഹത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരാണ് ഈ കള്ള് കുടിക്കാൻ പോണത്? നിങ്ങൾ വലിയ വിശ്വാസികളായി വലിയ മതത്തിൻ്റെ ലേബലിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് നോക്കുക. കാരണം ഈ ശരീരം അല്ലെങ്കിൽ ഈ ശരീരം നിങ്ങളിവിടെ ജീവിക്കാനുള്ള കാരണം ഇതൊന്നും ഒരു മതത്തിൻ്റെ ഔദാര്യമല്ല. ഇതെല്ലാം ഇവിടെ ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ്. അപ്പം മുമ്പ് കുറച്ച് ആൾക്കാർ ജീവിച്ചിരുന്ന് അവർക്ക് അത് എത്തിക്കാൻ സാധിച്ച സ്ഥലം എവിടെയാണോ അവിടെ അവർക്കത് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി അത് തുടരേണ്ടത് നിങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മളിലൂടെയാണ്. അല്ലാതെ ഈ പൊട്ടത്തരം കേട്ടിട്ട് സ്വയം ഉള്ളു നശിച്ച് കഷ്ടപ്പെട്ട് വിഷമിച്ച് കരയാൻ ഇതൊക്കെ എന്താണ്? അഹങ്കാരമാണ്. മനസ്സിലായോ? കാരണം ഒരു ഉണ്ടാക്കിയ ലേബലിൽ ഒരു ഇസ്ലാം എന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു എന്നോ ഒരു ക്രിസ്ത്യാനി എന്നോ ഒരു നക്ഷബന്ധിയ ത്വരീഖത്തെന്നോ ഒരു പേരിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മഹത്തായ ഒരു അനുഗ്രഹത്തെ നമ്മൾ നിഷേധിക്കുകയാണ് എന്നുള്ള ഭാഗം പോലും അറിയാതെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മതത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ മതത്തിൽ രക്തബന്ധത്തിന് സ്ഥാനമില്ല എന്നാണ് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? കാരണം ഇവിടെ ഒരു ലേബലിൻ്റെ പുറമെയല്ല ആ രക്തബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം ഒന്നാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തുകയല്ല. ഇനി ഈ ജീവിക്കുന്ന അവസ്ഥയിലല്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവർ സ്വന്തം മക്കളാണെങ്കിലും ബാപ്പയാണെങ്കിലും അവർ മാറി നിന്നോളും. പക്ഷെ അതൊരിക്കലും ഒരു വിശ്വാസമല്ല. അത് എപ്പോഴും അവനവൻ്റെ അനുഭവമാണ്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ അനുഭവത്തിൽ ഞാനും അയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പം എൻ്റെ അനുഭവം എന്താണ്? കാരണം ഈ NBT ആയാലും നക്ഷബന്ധിയ ത്വരീഖത്തായാലും ഇത് ഒരു ബ്ലാക്ക് ബോർഡിൽ പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് രജിസ്ട്രേഷൻ കിട്ടിയ ഒരു സംഭവമല്ല. ഇതുപോലും മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് ഇല്ലെങ്കിൽ, കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. ഇസ്ലാം എന്ന് പറയുന്നതും എന്ത് കാര്യമായിക്കോട്ടെ, ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഡോക്ടറാണെങ്കിലും ഇതെല്ലാം അവനവനെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ആ അനുഭവത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു വഴി മാത്രമാണ്. അല്ലാതെ ആ ദൈവത്തിനെ സംരക്ഷിക്കുന്നത് പോലെ ത്വരീഖത്തിനെ സംരക്ഷിക്കാൻ നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിടണോ? നിങ്ങൾ ഈ ത്വരീഖത്തിനെ കാരണം ത്വരീഖത്തെന്ന് പറയുന്നത് ജീവിക്കാനുള്ളൊരു വഴി, മുമ്പ് കുറച്ച് ആൾക്കാർ ജീവിച്ചു പോകുന്ന ഒരു വഴി മാത്രമാണ്. മനസ്സിലായ? അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചപ്പം ആ ജീവിച്ചതിൽ നിന്നാണ് ഈ സംഗതി ഉരുകിത്തിരിഞ്ഞത്. അല്ലാതെ ഈ സംഭവം ഉണ്ടായിട്ട് അതിനനുസരിച്ച് ജീവിച്ചതല്ല. ഏത് മനുഷ്യനും ഇപ്പം ഞാൻ ശ്വാസം എടുക്കണ്, ഞാൻ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണ്, ഇതാണ് ജീവിക്കാനുള്ള വഴി. ഇതാണ് ഏറ്റവും വലിയ ത്വരീഖത്ത്. മനസ്സിലായ? അല്ലാതെ മുമ്പിൽ കാണുന്നവനെ നിങ്ങളുടെ ഗ്രൂപ്പിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ദൈവികമായി പ്രവർത്തിക്കണ ഈ ശരീരത്തിൽ അതിന് എന്താ പറയുക ദേഷ്യമോ വാശിയോ കൊണ്ടുവരലല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മറ്റൊരാളോട് ദേഷ്യം പിടിക്കാൻ സാധിക്കില്ല, വെറുപ്പ് കാണിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ കാണിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് അയാൾ ചെയ്ത ഒരു പ്രവൃത്തിയും ഈ വെറുപ്പും നിങ്ങളുടെ ഉള്ളിൽ ആദ്യം നിങ്ങൾ കൊണ്ടുവരണം. എപ്പോഴാണോ അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത്, ആ നിമിഷം തൊട്ട് നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം പോയി. അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ തകരാറിലായി, നിങ്ങൾ രോഗിയായി. അപ്പോൾ നിങ്ങൾ ഇനി ആ മതത്തിലാണോ ഏത് മതത്തിലാണെങ്കിലും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്താ, ഇപ്പോഴുള്ള അവസ്ഥയല്ല. മുമ്പ് ചെറുപ്പം തൊട്ടേ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറ്റിയിട്ട കഥകളിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ മതം വലിയ സംഭവമാണെന്ന് കേട്ടതുകൊണ്ട് ഇതിനെ പരിശോധിക്കുന്ന ഭാഗമില്ല. അപ്പോൾ എന്താണോ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം നിരന്തരം നമ്മളെ പരിശോധിച്ചു കൊണ്ടിരിക്കണം, ഞാൻ എന്തനുഭവിക്കണ് എന്നുള്ള ഭാഗത്ത് ഒരു നിമിഷം നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ സംഘടനയുടെ ഭാരം വഹിക്കണ വാഹിയാവാതെ, ഈ സംഘടനയുടെ ഭാരവാഹിയാവാതെ അല്ലെങ്കിൽ ഒരു സംഘടനാ പ്രവർത്തനമാവാതെ നിങ്ങൾക്ക്
ഈ അനുഭവത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമേ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ആരെങ്കിലും തൂങ്ങിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന മതത്തിൻ്റെ ഇന്ന ത്വരീക്കത്തിൻ്റെ ആളാണെന്ന് ഒരാൾ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്വന്തം ജീവിതം ജീവിക്കാൻ എവിടെയായാലും അതിനെന്താ കഷ്ടപ്പാട്. ഇതാരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ആരെടുത്തുന്ന സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളത്? അപ്പം ഒരുപാട് വിഡ്ഢിത്തത്തിൻ്റെ, മനസ്സിലായോ, വിഡ്ഢിത്തത്തിൻ്റെ അടിമത്തത്തിലാണ് ഓരോരുത്തരും ഓരോ മതത്തിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നുള്ള ഭാഗത്ത് ഇപ്പം കൂടെ ഉള്ളവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവാതെ, ഇനി ഇങ്ങനെ സഹകരിക്കാൻ, ഇനി ഇതിൻ്റെ കറക്റ്റ് വിവരം, ഇനി സത്യസന്ധമായി ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റണം. കാരണം നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ സംശയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. അല്ലാതെ പുത്തൻ വീട്ടുകാരുടെ സംശയമില്ല എന്ന് പറഞ്ഞിട്ട് 100,000 സംശയങ്ങൾ ഉള്ളിൽ വന്നിട്ട് അതിനെ അടക്കി വെച്ചിട്ട് പുത്തൻ വീട്ടുകാരന് സംശയം ഉണ്ടാവില്ല, പുത്തൻ വീട്ടുകാരന് സംശയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നടക്കലല്ല. ആ സംശയമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കിനോടത്ത് ഇരിക്കാൻ പറ്റണം. അവിടെ സംശയം ഉണ്ടായിട്ട് അതിനെടുത്ത് കളയുന്ന ഭാഗമല്ല. ആ സംശയമില്ലാതെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും ഇല്ലാതെയാണ്. ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾ ചത്തുപോകും. അപ്പോൾ ഇത്രയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഏത് മതത്തിലായാലും ഏത് പ്രസ്ഥാനത്തിലായാലും അവരുടെ ആവശ്യം. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആവശ്യം നിങ്ങളെ അനുനിമിഷം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതല്ലേ ഒരു മനുഷ്യന് ചെയ്യാനുള്ളത്. ഞാൻ എന്നിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. പക്ഷേ എനിക്ക് സത്യത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. മറിച്ച് ഉമ്മ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഓക്കെ, അവിടെ നല്ല കറീൻ്റെ മണമുണ്ട്. അവർ വേണമെന്ന് ചോദിക്കണില്ല. ഞാനും അവരോടൊന്നും ചോദിച്ചില്ല. കാരണം ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പം ഞാൻ ജസ്റ്റ് ഓക്കെ അവിടെ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ തിരിച്ചു വരുന്നു. മനസ്സിലായോ? അവർക്ക് മിണ്ടാതിരിക്കുമ്പം അവരനുഭവിക്കുന്നത് വേദനയാണ്. അപ്പോൾ അതിനുള്ള കൂലി ചിലപ്പോൾ അവർക്ക് ദൈവം കൊടുക്കുമായിരിക്കും. കാരണം ആ ഒരു വിശ്വാസത്തിലാവുമല്ലോ അവരിരിക്കണത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ തെറ്റായിട്ട് ഞാൻ പറയണില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഭാഗം അവരിൽ ഉണ്ടായതെന്നുള്ളത് ഈ മതത്തിൻ്റെ ക്രൂരതയാണ്. മനസ്സിലായോ? ഈ പ്രസ്ഥാനത്തിൻ്റെ ക്രൂരതയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൊട്ടത്തരങ്ങൾ, കുറേ കല്യാണം ഒരുമിച്ച് കഴിക്കണ്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് വീട് പണിക്ക് പൈസ കൊടുക്കണ്, എന്നിട്ട് ഇത് വലിയ എന്തോ കാര്യം പോലെ എല്ലാവരും കൊണ്ട് നടക്കുക. അതായത് അവനവൻ്റെ ജീവിതവും ജീവനും നശിപ്പിച്ചിട്ട് ഈ കിട്ടുന്ന ടെമ്പററി കാര്യങ്ങൾക്ക്, കാരണം അവരുടെ ഉള്ളിൽ അവരൊരു വ്യക്തിക്ക് കൊടുത്ത പ്രാധാന്യം വളരെ വലുതാണ്. മനസ്സിലായോ? കാരണം ദൈവത്തിലേക്ക് അവരെ എത്തിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുമെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സംഭവമാവും. ഈ വ്യക്തിൻ്റെ മുമ്പിലെത്തുമ്പം എൻ്റെ കംപ്ലീറ്റ് കാഴ്ചയും പോവും. എന്നിട്ട് ഈ വ്യക്തിക്ക് കാഴ്ചയുണ്ടോ എന്ന് നോക്കാൻ പോലുള്ള കാഴ്ചയില്ലാതെ ഞാൻ രോഗിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോരുത്തരും ഇപ്പം ഭക്ഷണം കഴിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, ശ്വാസം എടുക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, മലമൂത്ര വിസർജനം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇതാണ് ജീവിക്കാനുള്ള വഴി. ഇതാണ് യഥാർത്ഥ ത്വരീക്കത്ത്. മനസ്സിലായോ? ഇതിൻ്റെ കൂടെ നിൽക്കുക. അല്ലാതെ ബാക്കിയുള്ളവർ എന്തെല്ലാം പൊട്ടത്തരം പറഞ്ഞിട്ട് അവനവൻ സ്വയം വേദന അനുഭവിച്ച് നരകയാതന അനുഭവിച്ചിട്ട് വേറെ എവിടെയും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗം കാത്തിരിക്കണില്ല. ഇനി അങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഭാഗത്ത് അതെങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അല്ലാതെ ഈ സിസ്റ്റം നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുന്നിൽ വരുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റണോ അത്രത്തോളം മാത്രമേ ഈ കണ്ണ് പ്രവർത്തിക്കുള്ളൂ. ഈ കണ്ണ് ഇസ്ലാമല്ല, ഈ കണ്ണ് ഹിന്ദുവല്ല, ഈ കണ്ണ് ക്രിസ്ത്യാനിയല്ല. ഈ കണ്ണ് ഇതെല്ലാം ഒന്നാണെന്നുള്ള അവസ്ഥയിൽ എല്ലാവർക്കും ഒരുപോലെ സൃഷ്ടിച്ചതാണ്. ഈ മൂക്കും അതുപോലെ തന്നെ, നിങ്ങളിലുള്ള എല്ലാ അവയവങ്ങളും അതുപോലെ തന്നെ. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു മാനസിക അവസ്ഥ മാത്രമാണ് ഈ പറയുന്ന ത്വരീക്കത്തും ഈ പറയുന്ന എല്ലാ സംഗതികളും. മനസ്സിലായ? അപ്പം നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുണ്ടായ അവസ്ഥക്കാണോ അതോ നിങ്ങളുണ്ടാക്കിയെടുത്ത അവസ്ഥക്കാണോ നിങ്ങളെ നിലനിർത്താൻ സാധിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.